നമസ്കാരം. ഇന്ന് നമുക്കൊപ്പമുള്ളത് ശ്രീജിത്ത് പണിക്കരാണ്. നമുക്കിന്ന് നവീൻ ബാബുവിന്റെ വിഷയമാണ് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം വളരെ വേദനയോടുകൂടി ഞെട്ടലോടുകയാണ് നമ്മൾ കേട്ടത്. അന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രമുഖ CPM നേതാവായ PP ദിവ്യ 2 ആഴ്ച ഒളിവിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം അറസ്റ്റിലുമായി. എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തനിക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കേരള ഹൈക്കോടതിയെ സമർപ്പിച്ച CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ റിട്ട് ഹർജി കോടതി തള്ളിക്കളയുകയും ചെയ്തു. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ കോടതിയുടെ വിധിന്യായം വായിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? മഞ്ജുഷയ്ക്ക് എന്തുകൊണ്ടാണ് നീതി ലഭിക്കാതിരുന്നത്? മനോജ, ഞാൻ ആ വിധി വായിച്ചു നോക്കിയതാണ്. ജസ്റ്റിസ് ഡോക്ടർ കൗസർ ഇടപ്പകത്തിൻ്റെതാണ് ആ വിധി. ആ വിധിയിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ, കാരണം കൊലപാതകം എന്നുള്ള ഒരു ആംഗിൾ കൂടി അവരുടെ ഭാഗത്തുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു പരാതിയിൽ ആ പരാതിയുടെ മെറിറ്റ് കൃത്യമായ രീതിയിലത്തേക്ക് മനസ്സിലാക്കാനായിട്ട് ഹൈക്കോടതിക്ക് കഴിഞ്ഞോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ആ വിധി നോക്കുന്ന സമയത്ത്. കാരണം ഇവർ കുറേയധികം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് വ്യവസ്ഥാപിതമായ രീതിയിലത്തേക്കല്ല എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. 2, അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ കൃത്യസമയത്തിന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സംവിധാനം പ്രവർത്തിച്ചില്ല എന്നുള്ളത് അവരുടെ ഒരു കൺസേൺ ആണ്. അടുത്തത്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ജില്ലാ കളക്ടറെ ഉൾപ്പെടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ മുന്നേറുന്നത് എന്ന് നമുക്കറിയാം. PP ദിവ്യ ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ഈ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ആളുണ്ട്, നവീൻ ബാബു ഉണ്ട്. ഇവരുമായി എല്ലാം ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ആശയവിനിമയം അവിടെ നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും CDR എടുത്തതിന് ശേഷം ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കണം. അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ശ്രമവും ഉണ്ടായില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ സെലോഫേൻ ഇംപ്രഷൻസ് ഒക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ കൃത്യമായ രീതിയിലത്തേക്ക് എടുക്കുന്നതിന് പോലീസ് സംവിധാനത്തിന് ടൈംലി സാധിച്ചിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള പരാതികൾ പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷനാണ് പരാതിക്കാരിയായിട്ടുള്ള മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് PP ദിവ്യയ്ക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുകൊണ്ടും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതിലും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെയൊക്കെ തന്നെ വെച്ചിട്ടാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഇവർക്ക് കുറേയധികം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എതിർപ്പുകളെ കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്തുകൊണ്ടാണ് പരാതിക്കാരിക്ക് സംസ്ഥാനത്തെ പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് എന്ന ഒരു കാര്യം കോടതി മനസ്സിലാക്കേണ്ടിയിരുന്നത്. എങ്കിൽ വേണം ഇത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിക്കണമോ വേണ്ടയോ എന്ന കാര്യം കോടതി തീരുമാനമെടുക്കാൻ. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കോടതി ആദ്യം മുതൽ അവസാനം വരെ ആ വിധിയിൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഒരു കേസ് അന്വേഷണത്തിനെ CBIക്ക് വിടുന്ന സാഹചര്യമുള്ളൂ എന്നാണ്. വളരെ റെയറായിട്ടുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരാതിക്കാരിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത്, പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന പല വിഷയങ്ങളും വസ്തുതാവിരുദ്ധമാണ് എന്നാണ് കോടതി പറയുന്നത്. കോൺട്രറി ടു ദ ഫാക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോടതി ഇവിടെ ആശ്രയിച്ചിരിക്കുന്നത് പോലീസിൻ്റെ കേസ് ഡയറിയാണ്. അപ്പോൾ കേസ് ഡയറി എടുത്തതിന് ശേഷം മഞ്ജുഷ എന്ന പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന ഓരോ പരാതിയെയും പോയിന്റ് ബൈ പോയിന്റ് നോക്കിയതിന് ശേഷം കേസ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു റിബട്ടൽ പോലെയാണ് എനിക്ക് ആ കോടതിയുടെ വിധി അനുഭവപ്പെട്ടത്. കാരണം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കോടതിയുടെ പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, CDR ശേഖരിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ സെലോഫെയിൻ പ്രസിങ്സ് പോലെയുള്ള ശാസ്ത്രീയ തെളിവുകൾ എടുത്തിട്ടുണ്ട്, സമയോചിതമായിട്ട് ഈ പരാതിക്കാരിയിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കോടതി പറയുന്നത്. ഇവിടെ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, പരാതിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ തന്നെ 14-ാം തീയതി മരണം സംഭവിച്ചതിന് ശേഷം അവരിൽ നിന്ന്, അതായത് പരാതിക്കാരിയിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നുമൊക്കെ തന്നെ പോലീസ് മൊഴിയെടുക്കുന്നത് വൈകിപ്പിച്ചു. വളരെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു കാലതാമസം അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഇതിലൊന്നും തന്നെ പ്രശ്നങ്ങളില്ല എന്ന് കേസ് ഡയറിയെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുന്നു. ഒപ്പം കോടതി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ സീൻ മഹസറിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, മൊബൈൽ ഫോണുകൾ അദ്ദേഹം 2 ഉപയോഗിച്ചിരുന്നു, അതെങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ തന്നെ പകർത്തിയിട്ടുണ്ട്.
ഈ പ്രശ്നത്തിനൊക്കെ തന്നെ ആധാരമായിട്ടുള്ള പ്രസ് മീറ്റിൻ്റെ DVD എടുത്തിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റേത് ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഗൂഗിൾ പേ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പ്രശാന്തിന് കൊടുത്തിരിക്കുന്ന NOC എന്താണ് എന്നതിനെപ്പറ്റി പരിശോധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേസ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന പോലീസിൻ്റെ നാളിതുവരെയുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണോ അതിനെപ്പറ്റി എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോടതിയുടെ ഈ വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോടതി മനസ്സിലാക്കാതെ പോയത് എന്ന് ഞാൻ കരുതുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, PP ദിവ്യ എന്ന് പറയുന്ന വ്യക്തിക്ക് CPMലുള്ള സ്വാധീനത്തിനെപ്പറ്റി, സർക്കാരിലുള്ള സ്വാധീനത്തിനെപ്പറ്റി, പോലീസിൽ അതുകൊണ്ടുണ്ടാകുന്ന സ്വാധീനത്തിനെപ്പറ്റി എന്തുകൊണ്ടോ കോടതി കാര്യമായി പരിഗണിച്ചില്ല. കാരണം ദിവ്യ വളരെ കാലം ഒളിവിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാതെ അവർ എങ്ങനെയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നതിനെപ്പറ്റിയും, അല്ലെങ്കിൽ അവർ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പോലും അവരെ കണ്ടെത്താനായിട്ടൊരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, അതുകൊണ്ട് പോലീസ് അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് എന്ന രീതിയിൽ കാണാവുന്ന ഒരു കാര്യത്തിനെ ഇവിടെ കോടതി പരിഗണിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി. 2, ഇവർക്ക് ജാമ്യം കിട്ടി വരുന്ന സമയത്ത് CPMൻ്റെ തന്നെ ഉന്നത നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ അവരെ ജയിലിൽ നിന്ന് പോയി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന സംഘടനകളുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന ശ്രീമതി PK ശ്രീമതി അടക്കമുള്ള ആൾക്കാർ അവിടെ പറഞ്ഞിരുന്നത് വലിയ ആശ്വാസമുണ്ട്, ഇവർക്ക് ജാമ്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ വലിയ സങ്കടമായേനെ എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റം അവരോടൊപ്പം എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട്, സിസ്റ്റം അവരെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു പോലീസ്, ദിവ്യയെ കണ്ടെത്താനായി ആത്മാർത്ഥമായി ശ്രമിക്കാതിരുന്ന ഒരു പോലീസ് ആർക്കു വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ പരിശ്രമിക്കാം, ഈ പരാതിക്കാരിയോടൊപ്പം തന്നെ അവർ നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആംഗിൾ എന്തുകൊണ്ടോ ഇവിടെ ഹൈക്കോടതി പരിഗണിച്ചില്ല എന്നെനിക്ക് തോന്നിപ്പോയി. ഇത് ഒരു പ്രശ്നം. രണ്ടാമത്തെ ഇവിടുത്തെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് കോടതി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെന്തുകൊണ്ട് വാസ്തവ വിരുദ്ധമായി എന്ന് കോടതിക്ക് ചിന്തിക്കാമായിരുന്നു. അതായത് ഒരിക്കലും ഒരു പരാതിക്കാരി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ പരാതിയിൽ കൊണ്ടുവന്ന് കോടതിയിലേക്ക് കൊടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇൻക്വസ്റ്റ് ശരിയായ രീതിയിലല്ല, CCTV ദൃശ്യങ്ങളിൽ ഇവരെ പോലീസ് ശേഖരിച്ചിട്ടില്ല, CDR ശേഖരിച്ചിട്ടില്ല, ശാസ്ത്രീയ തെളിവുകൾ നടത്തിയിട്ടില്ല, സമയോചിതമായി മൊഴിയെടുത്തിട്ടില്ല എന്ന് ഇവർക്ക് ഈ പറയുന്ന സോക്കോൾഡ് തെറ്റായ ധാരണ എവിടെ നിന്ന് കിട്ടി? ഇൻക്വസ്റ്റ് നടപടികൾ കൃത്യമായിരുന്നു എന്ന് എന്തുകൊണ്ട് അന്വേഷണ സംഘം അവരെ അറിയിച്ചില്ല? CCTV ദൃശ്യങ്ങളോ CDRോ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അത് ശേഖരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് എന്തുകൊണ്ട് അവരെ അറിയിച്ചില്ല? ശാസ്ത്രീയ തെളിവുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് എന്തുകൊണ്ട് അവരെ അറിയിച്ചില്ല? സമയോചിതമായിട്ട് ഇവരുടെ മൊഴി എടുത്തിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ സമയോചിതമായി തന്നെയാണ് നിങ്ങളുടെ മൊഴി എടുത്തിരിക്കുന്നത് എന്ന് പോലീസ് എന്തുകൊണ്ട് അറിയിച്ചില്ല? എന്ന് വെച്ചാൽ ഈ അന്വേഷണ സംഘം കൃത്യമായ വിവരം പരാതിക്കാരിയെ അറിയിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയല്ലേ. ഈ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള ട്രാൻസ്പെറൻസിയും ഇല്ല എന്നവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ അന്വേഷണം ഇവർക്ക് തൃപ്തികരമായ രീതിയിലല്ല നടക്കുന്നത് എന്നും അന്വേഷണ സംഘാംഗങ്ങൾ ഈ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാര്യയെ സംശയിക്കാൻ യാതൊരു കാരണവുമില്ലല്ലോ, അപ്പോൾ പിന്നെ ഭാര്യയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ കഴിയും. അപ്പോൾ ഭാര്യയോട് ഇത് പറയുന്നില്ല എന്ന് പറയുന്നിടത്ത് പോലീസ് സംഘം ട്രാൻസ്പെറൻ്റ് അല്ല ഈ പരാതിക്കാരിയോട്, അവർക്ക് തൃപ്തികരമായ രീതിയിലത്തേക്ക് അന്വേഷണം നടക്കുന്നില്ല എന്ന് കോടതിക്ക് കണ്ടെത്താമായിരുന്നു. അത് കോടതി കണ്ടെത്തിയില്ല എന്നുള്ളത് ഒരു പ്രശ്നം. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിൽ 2 കാര്യങ്ങളിൽ പോലീസ് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. അതായത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 14-ാം തീയതി മരണം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസ് കേസ് ഡയറി നോക്കിയതിന് ശേഷം പറയുന്നത് 5 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നിയമപ്രകാരം 5 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് മതി, കുടുംബാംഗങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇവരെത്തിയിരിക്കുന്നത് 15 മണിക്കൂർ കഴിഞ്ഞാണ്. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ അവരെത്താൻ 15 മണിക്കൂർ എടുത്തിട്ടുണ്ട് എന്ന് കോടതി അവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 മണിക്കൂർ വരെ കാത്തിരിക്കാനായിട്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് പറ്റില്ല. 4 അല്ലെങ്കിൽ 5 മണിക്കൂറിനകത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, 15 മണിക്കൂർ കഴിഞ്ഞാണ് അവരവിടെ എത്തിയത് എന്നുള്ളത് 15 മണിക്കൂർ കഴിഞ്ഞല്ലേ നമുക്കറിയുന്നത്. അല്ലാതെ ആദ്യം പോലീസ് അവരെ ബന്ധപ്പെടുന്ന സമയത്ത് ഞങ്ങൾ 15 മണിക്കൂർ കഴിഞ്ഞേ വരൂ എന്നിവർക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യുക? ഞങ്ങൾ ഉടനെ അവിടെ എത്താൻ ശ്രമിക്കും എന്നല്ലേ പറയുക. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ മതിയായ സമയം 5 മണിക്കൂർ ഇവർക്ക് കാത്തിരിക്കാമായിരുന്നില്ലേ? 5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? അതോ ഞങ്ങൾ ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ കൂട്ടി ഇവരവിടെ പോകാനായിട്ട് കൂടുതൽ വൈകിയത് എന്ന കാര്യം കോടതിക്ക് പരിഗണിക്കാമായിരുന്നു. കാരണം 15 മണിക്കൂർ എടുത്തു എന്നുള്ളത് ആദ്യം നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയില്ലല്ലോ, ഏത് സമയത്ത് ഞാൻ അവിടെ എത്തും എന്നതിനെപ്പറ്റി ഒരാളിന് പറയാനായിട്ട് കഴിയില്ല. എത്രയും പെട്ടെന്ന് എത്തും എന്ന രീതിയിലത്തേക്ക് ഒരാൾ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ പോലീസ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലെ കോടതി അവിടെ ഉദ്ധരിച്ച് കൃത്യമായി ഡേറ്റും കാര്യങ്ങളും മണിക്കൂറുകൾ കണക്ക് അവിടെ പറയുന്നുണ്ട്. ഒപ്പം ഇവരെ കൃത്യസമയത്ത് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്തും കോടതി ഡേറ്റ് സഹിതം പറയുന്നുണ്ട്. 14-ാം തീയതി മരണം സംഭവിച്ചിരിക്കുന്നു, 17-ാം തീയതി
പരാതിക്കാരിയിൽ നിന്നും അവരുടെ 2 പെൺമക്കളിൽ നിന്നും ആദ്യത്തെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 3 ദിവസത്തെ കാലവിളംബം അവിടെ ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും അത് റീസണബിൾ ആയിട്ടുള്ള ടൈമാണ് എന്നാണ് ഹൈക്കോടതി അവിടെ കണ്ടെത്തുന്നത്. പക്ഷേ പരാതിക്കാരി തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ്, നവംബർ 14-ാം തീയതിയാണ് അവരിൽ നിന്ന് വിശദമായിട്ടുള്ള മൊഴി എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പ്രാഥമികമായിട്ട് പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ മരണം നടന്നിട്ട് 1 മാസം കഴിയുമ്പോഴാണ് ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മൊഴി എടുക്കുന്നത് എന്നുള്ള കാര്യത്തിന് എന്തുകൊണ്ടോ കോടതി അവിടെ പരിഗണിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ മാത്രമേ ഡേറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CCTV ദൃശ്യങ്ങൾ, CDR തുടങ്ങിയ കാര്യങ്ങൾ ഈ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായിട്ടാണ് ഇവർ ഈ റിട്ട് ഹർജിയിൽ പറയുന്നത്. പോലീസ് പറയുന്ന കേസ് ഡയറി എടുത്തതിന് ശേഷം കോടതി പറയുന്നത് CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്, CDRും ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റ് കോടതി ഇവിടെ കോട്ട് ചെയ്യുന്നില്ല. ഇന്ന ഡേറ്റിൽ ഈ CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്നോ CDR എടുത്തിട്ടുണ്ടെന്നോ കോടതി പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തത്? ഇൻക്വസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡേറ്റ് പറയുമ്പോൾ ഈ കാര്യത്തിൽ കോടതി ഡേറ്റ് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനോ CDR എടുത്ത് പരിശോധിക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ റിട്ട് ഹർജിയുമായി പോയത്. അതിനുശേഷമുള്ള തീയതിയിലാണ് CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തത് എന്നും CDR കളക്ട് ചെയ്തത് എന്നുമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. എന്ന് വെച്ചാൽ ഈ റിട്ട് ഹർജി കൊടുക്കുന്ന സമയത്ത് ആ പരാതിക്കാരി പറഞ്ഞ കാര്യം ശരിയായിരുന്നു. റിട്ട് ഹർജി കൊടുത്തു, അതിലെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാൻ പോയതും CDR കളക്ട് ചെയ്യാൻ പോയതും എന്നുള്ള ഒരു കാര്യം അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഹൈക്കോടതിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ പരാതി 100% ജസ്റ്റിഫൈഡ് ആണ് എന്നും, അതിന് പുറമെ, അതായത് പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിലേക്ക് ഞാൻ പോകുമെന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് അന്വേഷണ സംഘം അതിന് ശ്രമിച്ചത് എന്ന രീതിയിലേക്ക് കോടതിക്ക് കണ്ടെത്താമായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ കൃത്യമായി കോണ്ടെക്സ്റ്റുവലായി കോടതി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത് ആ സമയം തന്നെ ഇതിനെ CBIക്ക് വിടാനായിട്ട് കോടതിക്ക് ശുപാർശ ചെയ്യാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, CBIക്ക് സമയമില്ല എന്നും CBIക്ക് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരില്ല എന്നും നിലവിലുള്ള കേസുകളുമായിട്ട് ഞങ്ങൾ ഒക്യുപ്പൈഡ് ആണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പല കേസുകളിലും CBIയുടെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവർ തടസ്സവാദങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ CBIയുടെ അഭിഭാഷകൻ പറഞ്ഞത് കോടതി നിർദ്ദേശിച്ചാൽ ഈ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. അപ്പോൾ അന്വേഷണത്തിന് CBI തയ്യാറായിരിക്കുകയും ഈ രീതിയിലത്തേക്കുള്ള കുറേ കൺസേൺസ്, കാരണം ഇത് വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് കേവലം ഒരു നമ്മുടെ റോഡ് നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ടാറ് വേണ്ടടുത്ത് ടാറ് വന്നിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രശ്നമല്ല. ഒരാളിവിടെ മരണപ്പെട്ടിരിക്കുന്നു, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ആ സത്യസന്ധനായ ഉദ്യോഗസ്ഥന് മേൽ യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻസും ഇല്ല. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ജില്ലയിലെ ഭരണനിർവഹണത്തിൻ്റെ 2ാമത് വരുന്ന ആളാണ് പ്രോട്ടോകോൾ പ്രകാരം. അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ സിസ്റ്റം മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പമാണെന്ന് വാക്കാൽ പറയുകയും പ്രവൃത്തിയിലല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുകൂടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കോടതിക്ക് അവരോടൊപ്പം തന്നെ നിൽക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പരാതിക്കാരി പറഞ്ഞത് ഇത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്, ഇനി ഇതിന് അപ്പീലുമായിട്ട് പോകും എന്ന്. അപ്പീലിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന, പ്രത്യേകിച്ച് CBIക്ക് ഇത് ഏറ്റെടുക്കാനായിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉള്ളപ്പോൾ കോടതിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് CBI അന്വേഷണത്തിന് വിടാം. പക്ഷേ കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതൃകാപരമായിട്ടാണ് ഈ അന്വേഷണം മുന്നേറുന്നത് എന്നാണ്. അപ്പോൾ മാതൃകാപരം എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഇവർ ഈ റിട്ട് ഹർജി പറയുന്ന സമയത്ത് അതിനേക്കാൾ മുമ്പ് തന്നെ പോലീസ്, വളരെ മുമ്പ് തന്നെ, ആദ്യ സമയങ്ങളിൽ തന്നെ പോലീസ് CCTV അല്ലെങ്കിൽ CDR ഒക്കെ എടുത്തിരുന്നു എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഇത് മാതൃകാപരമാകുമായിരുന്നു. എങ്കിൽ അതുകൂടി സംശയങ്ങൾക്കിടയില്ലാത്ത രീതിയിൽ പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ. അതെ, അപ്പോൾ ഇതിൽ മാതൃകാപരമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇതുവരെ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളിലില്ല. അപ്പോൾ കോടതികൾ തന്നെ പലപ്പോഴും പറയുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്, അതായത് നീതി എന്ന് പറയുന്നത് നടപ്പാക്കുക മാത്രമല്ല, അത് നടപ്പാക്കി എന്ന് സമൂഹത്തിന് ബോധ്യമുണ്ടാവുകയും വേണം എന്ന് പറയും. അപ്പോൾ ഈ വിഷയത്തിൽ നീതി നടപ്പായി എന്ന് സമൂഹത്തിന് ബോധ്യമായോ എന്ന കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റത്തെ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ വിധി എന്ന് പറയുന്നത് ബൈൻഡിംഗ് ആണ്, നമുക്കെല്ലാവർക്കും ബൈൻഡിംഗ് ആണ്. പക്ഷേ എങ്കിൽ പോലും അത് നിരാശാജനകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവർക്ക് ഉചിതമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഒരു റെമഡി അതിൻ്റെ അപ്പീലുമായി പോകുന്ന സമയത്ത് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരാളെന്ന രീതിയിൽ, കോടതികളെ പൂർണ്ണമായി മാനിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സാർ, ഒരു കാര്യം, ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഒരു ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള കുടുംബമാണ്. പത്തനംതിട്ടയിലെ ഉദയഭാനു, CPMന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഒക്കെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ PP ദിവ്യക്കെതിരെ രംഗത്ത് വരുന്നത്. പത്തനംതിട്ട ഘടകം വന്നതിന് ശേഷമാണ് സത്യത്തിൽ നവീൻ ബാബുവിനൊപ്പമാണ് ഞങ്ങൾ എന്നൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് പാർട്ടി നേതൃത്വം വരുന്നത്.
എന്നാൽ പോലും ടി ദിവ്യനെ ജയിലിൽ അയക്കാനാണെങ്കിലും റിസീവ് ചെയ്യാനാണെങ്കിലും പ്രമുഖ നേതാക്കളും നേതാക്കളുടെ ഭാര്യയും ഒക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. സത്യത്തിൽ CBI അന്വേഷണത്തിൽ മഞ്ജുഷ ആവശ്യപ്പെടുമ്പോൾ, ഇപ്പൊ മഞ്ജുഷയുടെ ആവശ്യമാണ് ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായി. സർക്കാരിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നല്ല, മഞ്ജുഷ ആവശ്യപ്പെട്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മഞ്ജുഷ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞ സർക്കാർ അല്ലെങ്കിൽ CPI നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ CBI എന്നാൽ കൂട്ടിലടച്ച തത്ത എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല എന്ന് ശഠിക്കുകയായിരുന്നു ഇവർ. അതേപോലെ തന്നെയാണ് പെരിയ കൊലക്കേസിൽ CBI അന്വേഷണം പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 കോടിയോളം രൂപ വക്കീലന്മാർക്ക് കൊടുത്ത് കേസ് നടത്തിയിരുന്നത്. സത്യത്തിൽ ഇരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നതാണോ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്? അല്ല, പല വിഷയങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആൾക്കാരാണ് CPMൻ്റെ പല ഘടകങ്ങളും പല നേതാക്കന്മാരും. പക്ഷേ അതിനുശേഷം നമുക്ക് ഓർമ്മയുണ്ട് എപ്പോഴാണ് പത്തനംതിട്ട ഘടകം വളരെ ശക്തമായി നിന്നതിന് ശേഷം പിന്നീട് അവരവരുടെ നിലപാട് ഒരല്പം മയപ്പെടുത്തി ഒന്ന് മൃദുവാക്കിയത് എപ്പോഴാണ്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ അവിടെ ചെല്ലുകയും അവിടെയുള്ള ആൾക്കാരോട് കാണുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇനി 2 അഭിപ്രായമില്ല, ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആദ്യം കണ്ണൂർ ഘടകത്തിന് ഒരു അഭിപ്രായവും പത്തനംതിട്ട ഘടകത്തിന് മറ്റൊരു അഭിപ്രായവും എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഇല്ല, ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളത്, അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്ന രീതിയിലേക്ക് പറഞ്ഞു. ആ സമയം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ പത്തനംതിട്ട ഘടകത്തിൻ്റെ ഗ്രിപ്പ് ക്രമേണ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നീതി എന്ന് പറയുന്നത് നടപ്പാക്കുക മാത്രമല്ല, നടപ്പാക്കിയെന്ന് സമൂഹത്തിന് കൂടി ബോധ്യമുണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ ഒരു അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുണ്ട്, അവർക്ക് നീതി നിഷേധമുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു ആവലാതി അവർക്കുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ നീതി നടപ്പാക്കുന്നത് അവർക്ക് തൃപ്തി ഉണ്ടാകണം എന്നല്ല ലീഗൽ മാക്സിം, മറിച്ച് അത് സമൂഹത്തിന് ബോധ്യമാകണം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നീതി നിർവഹണം നടക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് അത് നമ്മെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ആ നീതി നടപ്പാക്കിയത് ശരിയായ രീതിയിലാണ് എന്ന് ഈ സമൂഹത്തിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റത്തിനുണ്ട്, സംവിധാനത്തിനുണ്ട്, കോടതികൾക്കുണ്ട്. ഇവിടെ സമൂഹം പോയിട്ട് ആ വ്യക്തിക്ക്, അതായത് ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരിയായിട്ടുള്ള ആ പരാതിക്കാരിക്ക് പോലും ബോധ്യമില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ പിന്നെ എന്ത് തരത്തിലുള്ള നീതിയാണ് നമ്മൾ നടപ്പാക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഐസ് ആയി പോവുകയാണ്. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുമ്പ് പല കേസുകളും CBI അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഏറ്റവും അവസാനം നമ്മൾ സിദ്ധാർത്ഥൻ വിഷയം കണ്ടതാണ്. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ആ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അന്വേഷണം നീതിപൂർവകമല്ല എന്ന രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളിൻ്റെ കുടുംബത്തിനുണ്ട് എങ്കിൽ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ചില ആൾക്കാർക്ക് അത് കൊടുക്കുകയും എന്നാൽ ഇവിടെ മഞ്ജുഷ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ അന്വേഷണം ശരിയായ രീതിയിലേക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് അവർക്ക് കൂടി തൃപ്തി വരുന്ന രീതിയിലേക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണല്ലോ പാർട്ടി നിൽക്കുന്നത് എങ്കിൽ പിന്നെ അതിൽ നിങ്ങൾ പറയുന്ന അന്വേഷണ ഏജൻസി ഇവിടെ വരട്ടെ എന്നുള്ള ഒരു നിലപാട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാത്തത്? ഇതിൽ കേരള പോലീസിന് എന്തെങ്കിലും രീതിയിലേക്കുള്ള ഒരു ബുദ്ധിമുട്ടോ അതുകൊണ്ട് മാനക്കേടോ നഷ്ടമോ ഒക്കെ ഉണ്ടായി എന്ന് കരുതേണ്ടതില്ല. കാരണം ഇതിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത് CPMൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കേണ്ട, അവർക്ക് തൃപ്തിയാകുന്ന രീതിയിലേക്ക് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും രീതിയിലേക്കുള്ള ഒരു ബയാസ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അവരെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ സെൻട്രൽ ഏജൻസികൾക്ക് വിടാമായിരുന്നു. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഇത് മറ്റാരെക്കാളും മുമ്പേ ചെയ്തിട്ടുള്ളയാളല്ലേ. ഇവിടെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങി കുറേയധികം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്കിതിൽ ഭയപ്പെടാനൊന്നുമില്ല, മടിയിൽ കനമുള്ള ആൾക്കാർ മാത്രം വഴിയിൽ ഭയന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ആരൊക്കെ വേണമെങ്കിലും അന്ന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കത്തയച്ചയാളിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ തന്നെ പോലും നേരിട്ട് ബാധിക്കാത്ത മറ്റൊരു വ്യക്തിയുടേതായിട്ടുള്ള ഒരു ആവലാതി ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ സമീപനം മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം CPMൻ്റെ പല കേഡറുകളിലും, അതായത് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നത് പോലും ആശ്വാസമാണ് അല്ലെങ്കിൽ സങ്കടമായി പോയേനെ എന്ന് പറയുന്ന സ്ത്രീപക്ഷവാദികളായിട്ടുള്ള CPM നേതാക്കന്മാരുള്ളപ്പോൾ ഇപ്പോൾ ഈ കേസ് CBIക്ക് പോകേണ്ട, കൂട്ടിലടച്ച തത്ത അന്വേഷിക്കേണ്ട, സ്വതന്ത്രമായി പറന്നു പോകുന്ന തത്ത തന്നെ അന്വേഷിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത് എങ്കിൽ ഇത് ആശ്വാസമായിരിക്കുന്ന ആർക്കൊക്കെയാവും? കേവലം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, പാർട്ടി സംവിധാനത്തിന്, പോലീസിന് ഒക്കെ തന്നെ ആശ്വാസമാണ്. അപ്പോൾ ഇനി ഈ അന്വേഷണത്തിൻ്റെ ഗതി എന്താണ്?
ഇനി ഇത് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ കുടുംബത്തിനെ ബോധ്യപ്പെടുത്താനായിട്ട് പോലീസിന് കഴിയുമോ, അതോ ഒരു ഹോസ്റ്റൈലിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, തൃപ്തികരമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ, ഈ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർക്ക് തൃപ്തിയില്ല എന്ന് വന്നിട്ട് ഇനി CBI അന്വേഷണത്തിലേക്ക് ഇനി ഇത് പോവുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്ന സമയം, ഇപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ഇതെല്ലാം തന്നെ ഈ കേസിനെ സാരമായി ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇതിൽ വളരെ എലമെൻ്ററി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ADM ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് ഒക്കെ തന്നെ ഏത് രീതിയിലത്തേക്ക് പ്രവർത്തിക്കണം, അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ഒരു വിഷയം, ഒരു പ്രോബ്ലം, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എത്ര സമചിത്തതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ട്രെയിൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കരുതുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് സ്വയം തീരുമാനമെടുക്കുകയാണ് എങ്കിൽ അദ്ദേഹം എത്ര സ്നേഹനിധിയായിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു എന്നും സ്നേഹനിധിയായിട്ടുള്ള ഒരു പിതാവായിരുന്നു എന്നും നമുക്ക് ഇതിനോടകം തന്നെ അറിയാവുന്ന കാര്യമാണ്. മരിക്കാനായിട്ട് തീരുമാനിക്കുന്നു, തൻ്റെ കുടുംബത്തിനോട് ഒരു അവസാന വാക്ക് പറയാൻ ആ ഒരു ഭർത്താവ്, ആ ഒരു അച്ഛൻ ആഗ്രഹിക്കില്ലേ? ഇന്ന കാര്യം, എൻ്റെ മരണം എന്ന് പറയുന്നത് അനാഥമാക്കപ്പെടുന്ന, കാരണമില്ലാതെ അനാഥമാക്കപ്പെടേണ്ടുന്ന ഒരു മരണമല്ല, ഇന്ന കാരണത്താലാണ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നിങ്ങളെങ്കിലും അറിയണം എന്ന് അദ്ദേഹം ആശിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിംഗ് റിമാർക്ക് അദ്ദേഹം ഒരു കുറിപ്പായിട്ട് അവിടെ വെക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു കുറിപ്പ് പോലും ഈ കാര്യത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ റിട്ട് ഹർജിയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു കുറിപ്പ് പോലും അവിടെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആരെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ആവില്ലേ തുടങ്ങി കുറേയധികം ആശങ്കകൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് നീതി തരേണ്ടുന്ന സംവിധാനം നമുക്ക് നീതി തരാനായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊരാളിന് തോന്നലുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തെ ബോധിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഒന്നാമത് നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് ആ കുടുംബത്തിനെയാണ്. ആ കുടുംബത്തിനെ ബോധിപ്പിക്കാതെ നടത്തുന്ന ഏതൊരു അന്വേഷണവും കേവലം പ്രഹസനം മാത്രമായി പോകും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ നാട്ടിലുള്ള സർക്കാരിന്, പാർട്ടികൾക്ക്, കോടതികൾക്ക്, സംവിധാനങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഇതിനകത്ത് അവസാനമായിട്ടൊരു ചോദ്യം കൂടി. അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഉയർന്നു കേട്ട പേരുകളിലൊന്നായിരുന്നു പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയുടേത്. അത് പെട്രോൾ പമ്പിന്റെ ബിനാമിയാണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി അവിടെയുള്ള ഭൂമാഫിയക്കെതിരെ ഒരുപാട് പ്രവർത്തിച്ചിരുന്ന, ഇനി കണ്ണൂർ വിടാൻ സമ്മതിക്കില്ല, നിങ്ങളെ തട്ടിക്കളയും എന്ന് നവീൻ ബാബുവിനോട് ഭീഷണിപ്പെടുത്തിയിരുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു. സത്യത്തിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കണ്ണൂരിലെ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട്, പ്രശാന്തന്റെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട്, അതിനൊരു പരിസരം ഉണ്ടായിരുന്നു അന്വേഷിക്കാൻ. എന്നാൽ പോലീസിന്റെ അന്വേഷണങ്ങൾ അങ്ങോട്ടേക്കൊന്നും എത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് ആ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ചർച്ചകളും വരെ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഈ നാട്ടിലെ മാധ്യമങ്ങളില്ലായിരുന്നുവെങ്കിൽ നവീൻ ബാബുവിന്റെ കേസ് ഒതുങ്ങിപ്പോയേനെ ആദ്യ ഒരാഴ്ചക്കുള്ളിൽ തന്നെ. മാധ്യമങ്ങളത് വിടാതെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് നവീൻ ബാബു ഇപ്പോഴും ചർച്ചയാവുന്ന ലൈംലൈറ്റിൽ നിൽക്കുന്നതും. സത്യത്തിൽ കേസന്വേഷണം മാത്രമല്ല, പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മഞ്ജുഷ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കൂടിയാണ്. സാറിന്റെ ഒബ്സർവേഷനിൽ ബിനാമി ഇടപാടുകൾ, കൊലപാതകം, ഇതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. ഇതിലൊരു അസ്വാഭാവിക മരണമാണ് ഇത് എങ്കിൽ, അദ്ദേഹം സ്വയം തീരുമാനിച്ച് ജീവൻ ഒടുക്കിയതല്ല എങ്കിൽ, പിന്നീട് അത് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും? നവീൻ ബാബു മരിച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണ്? ഈ കാര്യങ്ങളാണ് പിന്നീട് പരിശോധിക്കപ്പെടേണ്ടത്. ആ രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണം പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം പോലീസിൻ്റെ കണ്ടെത്തൽ എന്താണോ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ട് പോലീസിനൊരു അനുമാനമുണ്ട്, അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ചില ഒബ്സർവേഷനുകൾ കോടതിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിധിയിൽ തന്നെയുണ്ട്. അപ്പോൾ അതേ ആംഗിളിനെ പർസ്യൂ ചെയ്താണ് പോകുന്നത് എങ്കിൽ ഇവിടെ മനോവിഷമം ഉണ്ടായതിൻ്റെ പേരിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കേസ് അവിടെ അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രശാന്തൻ്റെ റോളോ, പ്രശാന്തൻ ബിനാമിയാണോ, ആരുടെ ബിനാമിയാണ്, ഇതേപോലെയുള്ള മറ്റിടപാടുകൾ അവിടെ ഉണ്ടായിരുന്നോ, കടുത്ത മാനസിക സമ്മർദ്ദം ഇദ്ദേഹം അനുഭവിച്ചിരുന്നോ, ഈ ഫോൺ കോൺവെർസേഷൻസ് ഒക്കെ എന്തിൻ്റെ പേരിലായിരുന്നു, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പിന്നെ അന്വേഷണം പോവില്ല. കാരണം എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന ഒരു യാത്രയപ്പ് ചടങ്ങിലെ ചില പരാമർശങ്ങൾ മാത്രമാണ് എന്നും, അതല്ലാതെ മറ്റൊന്നും അതിന് പ്രേരകമല്ല എന്ന നിലയ്ക്കുമാണ് ഈ അന്വേഷണം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്കിൽ മറ്റാംഗിളുകളിലേക്കൊന്നും പിന്നെ പോവുകയില്ല. ഇപ്പം ഇതിൽ തന്നെ കോടതി തന്നെ ഇന്നലെ അന്വേഷണ സംഘത്തിനോട് 1-2 തവണ, അതായത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൊലപാതകം എന്നൊരു ആംഗിൾ കൂടി നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ കേസ് ഡയറി പരിശോധിച്ചപ്പോൾ കോടതിക്ക് ഒരുപക്ഷെ കൊലപാതകം എന്നുള്ള ഒരു ആംഗിളിലേക്കുള്ള ഒരു അന്വേഷണം പോലും അത്ര ശക്തമായിട്ട് പോകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം.
അതല്ല എങ്കിൽ ആ നിലയ്ക്കും അന്വേഷണം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നീട് കോടതി ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതും ചെയ്തിരിക്കണം എന്ന രീതിയിലത്തേക്ക് അവരെ വീണ്ടും നിർദ്ദേശിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലത്തേക്കൊന്നും തന്നെ അന്വേഷണം നിലവിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവരൊക്കെ തന്നെ എവിടെയൊക്കെയോ സുഖമായിട്ട് കഴിയുകയാണ്. ഇദ്ദേഹത്തിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലത്തേക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് അവരുടെ മാത്രം താല്പര്യമാണ്. ഇനി ആത്മഹത്യയാണെന്ന് തന്നെ കരുതിക്കോളൂ. അതായത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൂയിസൈഡൽ നോട്ട് പോലും എഴുതാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ജെനുവിനായിട്ടുള്ള ഒരു ആത്മഹത്യയാണ് ഇതെന്ന് തന്നെ കരുതിക്കോളൂ. എങ്കിൽ പോലും അതിലൊരു പ്രേരണാകുറ്റമുണ്ട് എങ്കിൽ ആ പ്രേരണാകുറ്റം അന്വേഷിക്കുന്നത് ഈ രീതിയിലാണോ? കേവലം അവിടെ ഒരു പരാമർശം നടന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പ്രേരണയല്ല. ഒരു പരാമർശം നടത്തി, ആ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ മനോവിഷമം കാരണം ആത്മഹത്യ ചെയ്തു എന്നാണ്. മറിച്ച് ആത്മഹത്യ ചെയ്തിട്ടല്ലാതെ മറ്റു മാർഗങ്ങൾ ഇനിയില്ല എന്ന നിലയിലേക്ക് ഒരാളിനെ തള്ളിവിട്ടു എന്ന് പറയുന്നതാണ് പ്രേരണ. അപ്പോൾ പ്രേരണയോടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഈ ആൾക്കാരുടെ എല്ലാം തന്നെ മുമ്പുള്ള പ്രവൃത്തികൾ നോക്കണം. അങ്ങനെയെങ്കിൽ എന്തിനാണ് പി പി ദിവ്യ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്? പി പി ദിവ്യയ്ക്ക് പ്രശാന്തൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് താല്പര്യം? എന്തുകൊണ്ടാണ് ഒരാളിനെ ഇതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കാനായിട്ട് പി പി ദിവ്യ പ്രേരിതയായത്? എന്തുകൊണ്ടാണ് പല പ്രാവശ്യം പറഞ്ഞത്? എന്തുകൊണ്ടാണ് യാത്രയപ്പ് ചടങ്ങിൽ അതുവന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത്? ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ യാത്രയപ്പ് ചടങ്ങിൽ തുടങ്ങുന്നതല്ല. മറിച്ച് അതിനു മുമ്പുള്ള കുറേയധികം സംഭവങ്ങൾ എന്തൊക്കെയാണോ ആ സംഭവങ്ങളിലാണ് ഈ അന്വേഷണം തുടങ്ങേണ്ടത്. പക്ഷേ ഇത് കേവലം ഒരു ആത്മഹത്യയാണ്, പരാമർശത്തിൻ്റെ പുറത്തുണ്ടായ മനോവിഷമം കൊണ്ടാണ് എങ്കിൽ ഈ അന്വേഷണം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഈ പ്രസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ നിന്നാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ്. അങ്ങനെയല്ല വരേണ്ടത്. ഇതിലെ എല്ലാ ആംഗിളുകളും, അതായത് പ്രേരണയാണോ എന്ന കാര്യം ഉൾപ്പെടെ, കൊലപാതകമാണോ എന്ന കാര്യം ഉൾപ്പെടെ എല്ലാം അന്വേഷിക്കണമെങ്കിൽ ഇതിനു മുമ്പുള്ള ഇവരുടെ എല്ലാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് മുതൽ അന്വേഷണം തുടങ്ങണം. അങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സൂചനകളും കോടതിയുടെ ഈ ഉത്തരവിൽ കേസ് ഡയറി ആധാരമാക്കി വന്നിരിക്കുന്ന കാര്യത്തിൽ എങ്ങുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു ആത്മഹത്യയാണെന്ന് കരുതിക്കോളൂ. പക്ഷേ ആത്മഹത്യയാണെങ്കിലും പ്രേരണാ കുറ്റമുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. മനോവിഷമമാണെങ്കിൽ പിന്നെ ക്രിമിനൽ കുറ്റമല്ല. പി പി ദിവ്യയ്ക്ക് മേൽ വേറെ കുറ്റമൊന്നുമില്ല. അവരവരുടെ കാര്യം പറഞ്ഞു, അതിൻ്റെ പേരിൽ വിഷമം ഉണ്ടായ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ പി പി ദിവ്യയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ അത് പ്രേരണാ കുറ്റമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ പോലീസ് ഈ രീതിയിൽ അന്വേഷിച്ചാൽ മതിയാകുമോ? ഇല്ല. അവിടെയാണ് ഞാൻ കരുതുന്നത് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ബാക്ക്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന പി പി ദിവ്യ അറസ്റ്റിലായി. അല്ലെങ്കിൽ അവരാദ്യം അവരെ പിടിച്ചില്ല, പക്ഷേ കീഴടങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അവർ അറസ്റ്റിലാകുന്നു. അതിനുശേഷം പിന്നീട് അവർ ജാമ്യത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം നടന്നു എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ രീതിയിലേക്കുള്ള ഒരു അന്വേഷണം ഇത് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം നമുക്കില്ല. മഞ്ജുഷയുടെ അതിനകത്ത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ പരിശോധനയ്ക്ക് അയച്ചില്ല. അത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വളരെ വളരെ നമ്മൾ റീസെറുകളായി കാണുന്ന കുറേയധികം ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നും പരിഗണിക്കുന്നത് അതിൽ തന്നെ ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം ധരിച്ചിരുന്ന അടിവസ്ത്രത്തിലൊക്കെ തന്നെ രക്തക്കറകൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് ആദ്യം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിലുണ്ട്, പിന്നീടുള്ള ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. 2 റിപ്പോർട്ടുകളിൽ 2 രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കേസ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്നതിനെ ഇന്നലെ ഹൈക്കോടതി കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് റീനൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അത് പരാമർശിക്കപ്പെടാതെ പോയി എന്നതിൻ്റെ മറുപടി ആകുന്നുണ്ടോ അത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അതൊരു ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ഫോറൻസിക് എക്സ്പേർട്ടൊക്കെ അഭിപ്രായം പറയേണ്ടതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മനുജ, നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ കോടതിയിലേക്ക് പോവുകയാണ്. ഒരു റിട്ട് കൊടുക്കാനായിട്ട് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തുള്ള ആർഗ്യുമെൻറ്റുകളെല്ലാം വാട്ടർ ടൈറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വ ബോധം ഇവിടെ മഞ്ജുഷയും എക്സസൈസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ റിട്ടുമായി പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമല്ല എന്ന് അവർ പറഞ്ഞോ ആ കാര്യങ്ങൾ ലഭ്യമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല എങ്കിൽ കോടതിയിൽ പോകുന്നത് ഷുവർ ഷോട്ട് ഫെയിലിയർ ആകാൻ പോകുന്ന ഒരു കേസാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. എന്തിനാണ് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യ ശ്രമിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യം അവർക്കില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് സത്യസന്ധമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിൻ്റെയൊക്കെ തന്നെ സാങ്കത്യം എന്താണ്? അതായത് ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടിട്ട്, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാകുന്ന അനോമലികൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒപ്പീനിയൻ മറ്റുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് എടുക്കാതെ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തിട്ട് അവർ പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അവരൊരു സാധാരണയായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഉന്നത സ്ഥാനീയായിട്ടുള്ള ആളാണ്, നല്ല രീതിയിൽ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഹോംവർക്ക് അവർ ചെയ്തിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അവർ കേവലം
തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന് ശേഷം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തീയതികൾ കോടതി ഇവിടെ കുറിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കാലവിളംബത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മറ്റു രീതിയിലത്തേക്കുള്ള ഒരു ഒബ്സർവേഷൻ കോടതിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ദൗർഭാഗ്യകരം എന്നുള്ള ഒരൊറ്റ വാക്കിലേക്ക് നമുക്ക് ഇതിനെ ചുരുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കുടുംബത്തിന് നീതി കിട്ടുക എന്ന് പറയുന്നത് പ്രധാനമാണ്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ മറ്റു പല കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഞാൻ കരുതുന്നത് ഇവിടെ ADM-ന് പോലും അദ്ദേഹം സത്യസന്ധമായി പ്രവർത്തിച്ചിരുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള പ്രൊട്ടക്ഷൻ ഇല്ല, ഈ രീതിയിലാണ് അന്വേഷണം പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് രീതിയിലത്തേക്കുള്ള മനോവീര്യമാണ് മറ്റ് സർവീസിൽ ഇപ്പോഴുമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അത് നൽകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നവീൻ ബാബുവിനെ പോലെ കൈക്കൂലി വാങ്ങാതെ സത്യസന്ധമായി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാർക്ക്, ഇനി സർവീസിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാർക്ക്, നിലവിൽ അതേ മാർഗത്തിൽ സർവീസിൽ തുടരുന്ന ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള മനോവീര്യമാണ് ഈ അന്വേഷണം നൽകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പല പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് ഇപ്പോൾ ഈ അന്വേഷണം പോകുന്നുണ്ടോ എന്ന ആശങ്ക സമൂഹത്തിലുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഈ സംവിധാനത്തിനും സർക്കാരിനുമുണ്ട്. അത് വിശദീകരിക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നിടത്താണ് നമ്മൾ നേരത്തെ കാണുന്നത് പോലെ VP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയില്ല എങ്കിൽ എനിക്കങ്ങ് സങ്കടമായി പോകുമായിരുന്നു എന്ന ആൾക്കാർ പറയുകയും അവരെ സ്വീകരിക്കാനായിട്ട് ആൾക്കാർ പോവുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ നമുക്കറിയാം പെരിയ കേസിലടക്കം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന CPM-ൻ്റെ നേതാക്കന്മാരുണ്ട്. അവരെ കാണാനായിട്ട് കോടതിയിലേക്ക് ജയരാജനെ കോടതിയിലെ ജയിലിലേക്ക് ജയരാജനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കുഞ്ഞനന്ദൻ എന്ന കുറ്റവാളി, അതായത് അക്യൂസ്ഡ് അല്ല കോൺവിക്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരാളിൻ്റെ മരണത്തിൽ അദ്ദേഹം മാലാഖയായിരുന്നു എന്ന മട്ടിൽ മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ ശ്രീമതി KK ശൈലജ അടക്കം അനുശോചനക്കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരു സമയത്ത് പൊതുബോധം എന്താണ് എന്നതിനെപ്പറ്റി ഇവരൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് എത്രത്തോളം ഏതളവ് വരെ ഒരു കുടുംബത്തിന് നീതി കിട്ടുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും നവീൻ ബാബു മരണപ്പെട്ടിട്ട് മാസങ്ങൾ കടന്നിരിക്കുന്നു. കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനായി മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം, കേരള സർക്കാരും പാർട്ടിയും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും അവർക്ക് അനുകൂലമല്ല എങ്കിൽ പിന്നെ നേടാൻ പോകുന്നത് അത് തരാൻ അല്ലെങ്കിൽ നീതി തരാനുള്ളത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയാണ്. ഹൈക്കോടതിയിൽ നിന്നും മഞ്ജുഷയ്ക്ക് അനുകൂലമായി വിധി ഉണ്ടായില്ല. എന്തായാലും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ഒരു ഗുണം നമുക്ക് അപ്പീൽ അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയിലേക്ക് എത്തും. മഞ്ജുഷയുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട്. അവരുടെ വളരെ എന്താ പറയാ റീസണബിൾ ആണ്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും വാട്ടർ ടൈറ്റ് ആയിട്ട് തന്നെയാണ് അവരത് അവരുടെ ആർഗ്യുമെന്റ്സ് എല്ലാം തന്നെ. അതിൽ തീർച്ചയായിട്ടും നിലവിലെ കോടതിയിലെ വിധിയെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ നീതി ഉറപ്പാക്കണമെങ്കിൽ മഞ്ജുഷയുടെ ആശങ്ക, ആകുലത, തന്റെ ഭർത്താവ്, തന്റെ കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടത് ആത്മഹത്യയായിരുന്നോ കൊലപാതകമായിരുന്നോ എന്ന കാര്യത്തിൽ ആ കുടുംബത്തിനാണ് മനസ്സിലാവേണ്ടതും ഉത്തരവും ലഭിക്കേണ്ടത്. എന്തായാലും അതുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. ഒരുപാട് സന്തോഷം ശ്രീ പണിക്കർ മറുനാടിനോട് സംസാരിച്ചു. താങ്ക് യു. താങ്ക് യു ബെനിജോ.